അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടല്ലോ, വളരെ എങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ മതി. ഫോണിൽ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ലോക്ക് ചെയ്യുക. നമുക്ക് 21,999 രൂപയാണ് 4 വർഷത്തെ സർവീസ് പാക്കേജ്. ഒരു രഹസ്യം പറയുന്നുണ്ടല്ലേ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അകത്തോട്ടുണ്ട്. അപ്പോൾ അതിനും ഉണ്ടോ കറക്റ്റായിട്ട് ആ സീറ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് പോയിൻറ്റ്, സെക്കൻഡ് പോയിന്റ് അവിടെ ഉണ്ട്, തേർഡ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഈവൻ ബേസ് വേരിയൻറ്റിൽ പോലും നമുക്ക് 6 സ്പീക്കേഴ്സ് തന്നെ അവൈലബിൾ ആണ്. മിഡ് സെഗ്മെൻറ്റ് SUV എന്നുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാഹനമാണ് നമ്മുടെ കൂടെ ഉള്ള ടൈഗോൺ. 2 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. 2 ഇഞ്ച് ക്ലാസിഫിക്കേഷൻ, ബേസായിട്ട് കംഫർട്ട് ലൈൻ വരുന്നുണ്ട്, ഹൈ ലൈൻ വരുന്നുണ്ട്, അതുപോലെ ടോപ്പ് ലൈൻ വരുന്നത്. അങ്ങനെ 3 വേരിയൻ്റാണ് നമുക്ക് 1 ലിറ്റർ റേഞ്ചിൽ വരുന്നത്. ഇനി 1.5 ലിറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് GTയും GT പ്ലസും. അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്, മാനുവൽ. 1 ലിറ്റർ റേഞ്ചിൽ നമുക്ക് വരുന്നത് 115 PS പവറും 178 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലും വരുന്നത്. അത് 1 ലിറ്റർ എഞ്ചിൻ്റെ കാര്യമാണ്. നമ്മൾ 1.5 ലിറ്റർ എഞ്ചിനിലേക്ക് പോകുമ്പോഴത്തേക്ക് 150 PS പവറും 250 Nm ടോർക്കും വരും. അതിൽ വരുന്ന ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലിൽ 6 സ്പീഡും ഓട്ടോമാറ്റിക്കൽ 7 സ്പീഡ് DSG ആണ് വരുന്നത്. ഏകദേശം ഒരു 17 തൊട്ട് 18.5, 18.48 ആ ഒരു റേഞ്ചിലാണ് ഫ്യൂവൽ എഫിഷ്യൻസി അവകാശപ്പെടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് വേരിയൻറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് വാഹനത്തിൽ. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സിൽ ഒരു ബെസ്റ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പ്രൈസ് തുടങ്ങുന്നത് 10 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ നോർമൽ 1 ലിറ്റർ എഞ്ചിൻ്റെ പ്രൈസ് തുടങ്ങും. അതുപോലെ നമ്മുടെ 1.5 പെർഫോമൻസ് ഡിവിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് 14.5 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഈ ഒരു കാറ്റലോഗിലേക്ക് നോക്കിയപ്പോൾ വളരെ അട്രാക്ഷൻ തോന്നിയ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ 40-ലധികം സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ പ്ലാറ്റ്ഫോം തൊട്ട് MQB ബേസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം തൊട്ട് ടയറിൽ വരെ എത്തിയിരിക്കുന്ന വമ്പൻ നിരയിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മുടെ ബേസ് വേരിയൻറ്റിൽ പോലും നമുക്ക് ഈ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അട്രാക്ഷൻ. 10.5 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ബേസ് വേരിയൻ്റ് വരുന്ന പ്രൈസ്. അതിൽ എയർ ബാഗ് 2 ഉണ്ട്. എയർ ബാഗ് മാത്രമാണ് ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്ക് 6 വരുന്നത്. ബാക്കി ഫീച്ചേഴ്സായി നമുക്ക് ABS, EBD, അതുപോലെ ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, മൾട്ടി കൊളൂഷൻ ബ്രേക്ക്, അതുപോലെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് വൈപ്പിംഗ്, ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം. പിന്നെ എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. കട്ടർ എയർ ബാഗാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. പിന്നെ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടയർ പ്രഷർ ഡിഫ്ലേഷൻ വാണിംഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മോണിറ്ററിംഗ് സിസ്റ്റം അല്ല, നമുക്ക് എയർ കുറയുന്ന സമയത്തും ആ ഒരു ഡിഫ്ലേഷൻ വാണിംഗ് നമ്മളെ കാണിക്കും. താഴോട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ ചെറിയ കുറേ ഫീച്ചേഴ്സാണ്. അങ്ങനെ 40-ലധികം വരുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര ബോൾഡാണ് വണ്ടി കേട്ടോ. ഓരോ ക്യാരക്ടർ ലൈൻസ് ഭയങ്കര ഷാർപ്പായിട്ടാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈവൻ ഹെഡ് ലാമ്പിലായാലും, നമ്മുടെ ഒരു ഹുഡ് പോർഷനിലായാലും, അതല്ല നമ്മുടെ ഷോൾഡർ ലൈൻസ് ആയാലും ഒരുപാട് ലൈൻസും കാര്യങ്ങളും കൊടുത്ത് വളരെ ഷാർപ്പ് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ കൺസെപ്റ്റ് വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹുഡ് നമ്മുടെ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോപ്പി ഹുഡാണ്. അതിനകത്ത് തന്നെ എത്രത്തോളം ക്യാരക്ടർ ലൈൻസ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാം വളരെ ഷാർപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ലൈൻ കണ്ടല്ലോ, വളരെ ഷാർപ്പ് കട്ടിങ് ഈ ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് എല്ലാ ക്യാരക്ടർ ലൈൻസും വാഹനത്തിൽ നമുക്ക് ത്രൂ ഔട്ടായിട്ട് കാണാൻ പറ്റുന്നത്. ഇതൊരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്. GT പ്ലസിലാണ് ഡ്യുവൽ ടോൺ ഫിനിഷ് വരുന്നത്. ആ ഡ്യുവൽ ടോൺ കളറും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇനി ഫ്രണ്ടിലെ ഗ്രില്ല് വരുമ്പോൾ നമ്മൾ ഈ ഗ്രില്ല് നേരത്തെ കണ്ടിട്ടുണ്ട്. ഏത് വാഹനത്തിലാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു പാറ്റേണുള്ള ഗ്രില്ല് തന്നെയാണ് വരുന്നത്. ഒരു 3 സ്ലാറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊരു 3D ഫിനിഷ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു എലമെൻറ്റ്സും കാര്യങ്ങളും കാണാം. കണ്ടല്ലോ, ആ ഒരു ക്രോം എലമെൻറ്റ് ഒരു 3D സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. വോക്സാറിൻ്റെ ലോഗോ നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. GTയെ സൂചിപ്പിക്കുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 1.5-ലാണ് നമുക്ക് GT വരുന്നത്. GTയിലും ടോപ്പ് ലൈനിലും നമുക്ക് പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താഴെയുള്ള വേരിയൻറ്റിലെല്ലാം നമുക്ക് ഹാലജൻ ഹെഡ്ലാമ്പാണ് വരുന്നത്. പക്ഷേ DRL എല്ലാ വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇനി ഫോഗ് ലാമ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോളോ മീ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ GTയിലും ടോപ്പ് ലൈനിലും നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു ക്രോം എലമെൻ്റ് ഉണ്ടല്ലോ, ഒരു ഇൻഫിനിറ്റി സ്ട്രക്ചർ, വളരെ അടിപൊളിയായിട്ടാണ് ആ ഒരു ഇൻഫിനിറ്റി സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡിലും കാണാം. ആ ബാക്ക് സൈഡിലെ ലൈറ്റിലും ആ ഒരു ഇൻഫിനിറ്റി സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് തന്നെയാണ്. നല്ല ബോൾഡായിട്ടാണ് ആ ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. എയർ ഡാമിൻ്റെ പോർഷനിലെ ഗ്രില്ല് കാണല്ലോ, ഒരു ഹണികോം സ്ട്രക്ചറാണ്, ഒരു ബേസ് സ്ട്രക്ചർ അതിൻ്റെ ഗ്രില്ലിന് കൊടുത്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. കുറേ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഏറ്റവും താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു സിൽവർ സ്കേർട്ടിലാണ്, സിൽവർ കളറിലാണ് അതിൻ്റെ ഒരു ഡിസൈനും പാറ്റേണും ഒക്കെ ചെയ്തിരിക്കുന്നത്. വീൽ സൈസ് വളരെ അട്രാക്റ്റീവാണ്. 17 ഇഞ്ചാണ് നമ്മുടെ ടോപ്പ് എൻഡിൽ വരുന്ന വീൽ സൈസ്. GT പ്ലസിലും അതുപോലെ
ടോപ്പ് ലൈനിൽ വരുന്നത്. തൊട്ട് താഴത്തെ വേരിയൻ്റായ GTയിലും എല്ലാം നമുക്ക് 16 ഇഞ്ച് അലോയ് വീലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ റിമാണ് വരുന്നത്. നമുക്ക് ടോപ്പ് GT പ്ലസ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാൽപ്പേഴ്സ് എല്ലാം റെഡ് കളറിലാണ് വരുന്നത്. പിന്നെ അലോയ് വീലിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് ഒരു 5 സ്പോക്ക് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് വോക്സ്വാഗൺ ലോഗോ കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് വരുന്നത് 205/55 ആണ്. വീലാർച്ച് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ത്രൂ ആയിട്ടായിട്ട് ആ ഒരു ക്ലാഡിങ് നമുക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഡോർ സൈഡിലും റണ്ണിങ് ബോർഡ് സൈഡിലും എല്ലാം ഒരു ക്ലാഡിങ് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് GT ലൈനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എലമെൻറ്റ് നമ്മുടെ ഒരു ഷോൾഡർ ലൈൻസ് വളരെ ഷാർപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഷോൾഡർ ലൈൻസ് എല്ലാം നമുക്ക് കാണാം. ഉണ്ടല്ലോ, വളരെ ഷാർപ്പാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി സൈഡ് മിറേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രോണിക് ഫോൾഡിംഗ് അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്സും മിററിൽ അവൈലബിൾ ആണ്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്കൊരു സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോണിക് ഫോൾഡിംഗ് അവൈലബിൾ എന്ന് വെച്ചാൽ GT പ്ലസ്സിലും അതുപോലെ ടോപ്പ് ലൈനിലും. ബാക്കി എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു മിറർ ബോഡി കളർ തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ വിൻഡോ സൈഡിൽ വിൻഡോയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു എലമെൻറ്റ് നമുക്ക് ടോപ്പ് ലൈനിലും അതുപോലെ GT പ്ലസ്സിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയയുടെ വലിപ്പം പ്രത്യേകിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വലിയൊരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്കിലെ ഏരിയ ഉണ്ടല്ലോ, നല്ല വലിപ്പം. നമുക്ക് അകത്തിരുന്ന് നോക്കുമ്പോൾ നല്ലൊരു വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ഏരിയയാണ് നമുക്ക് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്ന രീതിയിൽ ഇവിടെ തന്നെ ആ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിസൈൻ ബേസ് എലമെൻറ്റ് മാത്രമാണ്. അകത്തൊന്നും വിസിബിലിറ്റി ഒന്നും ഈ ഒരു എലമെൻറ്റ് കിട്ടത്തില്ല. ഈ ഒരു എലമെൻറ്റും ഈ ഒരു രണ്ട് ഗ്ലാസ് കൂടെ ചേർന്ന് നല്ല വിശാലമായ ഒരു വിസിബിലിറ്റി നമുക്ക് അകത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഈ ഒരു ക്രോം എലമെൻറ്റ് കാണാം. അതുപോലെ ടോപ്പിൽ വരുമ്പോഴത്തേക്കും റിക്വസൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ബോഡി കളർ തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. അതുപോലെ ടോപ്പിൽ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്രോം എലമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വേരിയൻറ്റിൽ റൂഫ് റെയിൽ നമുക്കൊരു അലുമിനിയം കളറിലാണ് അവൈലബിൾ, ഒരു സെമി മാറ്റ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് റൂഫ് റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി റൂഫിൻ്റെ കളർ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് കളറാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് ഈ ഒരു GT ലൈൻ പ്ലസ്സിലാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഷാർഫിൻ്റെ ആൻറ്റിന ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പോയിലർ കണ്ടല്ലോ ബാക്കിൽ, നല്ലൊരു മനോഹരമായിട്ട് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോക്ക് ലാമ്പ് കാണാം. വൈപ്പർ കൊടുത്തിട്ടുണ്ട്. വൈപ്പറിന് ഒരു ചെറിയൊരു കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു എലമെൻറ്റ് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയേനെ. പിന്നെ നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. വളരെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ് കണ്ടല്ലോ. ഈ എലമെൻ്റ് കണ്ടല്ലോ, വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ ഓരോരോ എലമെൻറ്റും നമ്മുടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഒന്നുകൂടെ അതിൻ്റെ വിസിബിലിറ്റിയും കൂട്ടുന്നുണ്ട്, ഒന്നുകൂടെ അതിൻ്റെ അട്രാക്ഷനും കൂട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ്. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഈ ലൈറ്റ് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പിലേക്ക് പോവുകയാണ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു റിഫ്ലക്ടർ എലമെൻറ്റ് മാത്രമാണ്. അതിനകത്തായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവാണ് അല്ലേ. പിന്നെ നടുക്കായിട്ട് നമ്മുടെ വോക്സ്വാഗൺ ലോഗോ വളരെ ക്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പം കൊടുത്തിട്ടില്ല, ഒരു നല്ല വലിപ്പത്തിൽ, ആവശ്യമുള്ള വലിപ്പത്തിൽ കറക്റ്റായിട്ട് ആ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈഗൂൺ ബാഡ്ജിങ്, GT ബാഡ്ജിങ് അവിടെ കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ വീണ്ടും അട്രാക്ഷൻ കൂട്ടുന്ന എലമെൻറ്റ് ആ ഇൻഫിനിറ്റി ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു ബോൾഡായിട്ടുള്ള ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്കായിട്ട്, താഴെയായിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ചെറിയ റിഫ്ലക്ഷൻ കാര്യം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്, സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് എലമെൻറ്റും കാര്യങ്ങളെല്ലാം വളരെ വളരെ അട്രാക്റ്റീവ് ആക്കി. നമുക്ക് വോക്സ്വാഗൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് തന്നെയാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു സർവീസ് കോസ്റ്റിൽ നമ്മുടെ വാഹനം സർവീസ് ചെയ്യേണ്ടി വരുന്നത്. അത് ഒരുപാട് സാധാരണക്കാർ ഈ വോക്സ്വാഗണിലേക്ക് വരാൻ മടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ടൈഗൂൺ വന്നപ്പോൾ നേരത്തെ പോളോയിലും ഇത്തരത്തിലുള്ള സർവീസ് പാക്കേജുകൾ വോക്സ്വാഗൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നോർമലി ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് 15,000 രൂപ വേണം പോളോ സർവീസ് ചെയ്യാൻ വേണ്ടുന്നത്. അതൊന്നുമല്ല, ഒരുപാട് സർവീസ് പാക്കേജുകൾ നിലവിൽ അവൈലബിൾ ആണ്. അതുപോലെ ടൈഗൂൺ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ലോഞ്ചിങ് ടൈമിൽ തന്നെ ആ ഒരു സർവീസ് പാക്കേജ് വോക്സ്വാഗൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ലിറ്ററും അതുപോലെ 1.5 ലിറ്ററും രണ്ടിനും 2 റേറ്റാണ്. അതുപോലെ ഫോർത്ത് ഇയർ വരെ ചെയ്യാനുള്ള ഒരു സർവീസ് പാക്കേജ് ഉണ്ട്. അതുപോലെ ഫിഫ്ത്ത് ഇയർ വരുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ പ്രോഡക്റ്റുകൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് 1 ലിറ്റർ എഞ്ചിനിൽ വരുന്ന ഒരു വ്യത്യാസം നോക്കാം. 1 ലിറ്റർ എഞ്ചിനിൽ നമുക്ക് 21,999 രൂപയാണ് 4 വർഷത്തെ സർവീസ് പാക്കേജ് വരുന്നത്. എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ഏകദേശം 38 പൈസയ്ക്കകത്തുള്ള ഒരു വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ടിൽ വണ്ടി സർവീസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. ഇനി നമുക്ക് 1.5 ലിറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് 23,999 രൂപ. അപ്പം ചെറിയൊരു എമൗണ്ട് അല്ലേ. ഇനി നമുക്ക് 5 വർഷത്തെ പാക്കേജ് വരുമ്പോഴത്തേക്ക് എമൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. 42,999
42,999 രൂപ. ഇനി 1.5 വരുമ്പോഴത്തേക്ക് 49,990 രൂപ. ഇത്രയും എമൗണ്ട് കൂടുമ്പോൾ വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ ഒരു വർഷത്തേക്ക്. അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് സാധനങ്ങൾ ചേഞ്ച് ചെയ്യാം. ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് 1 പെയർ ഓഫ് ഡിസ്ക് ബ്രേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ലൈനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ 2 സെറ്റ് ഓഫ് വൈപ്പേഴ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ നേരത്തെ അടയ്ക്കുന്ന ഈ ഒരു പ്രൈസയ്ക്കകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഇൻറ്റീരിയർ ആണെന്ന് പറയാം. അപ്പോൾ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോറിൻ്റെ ഒരു ഓപ്പണിംഗ് പൊസിഷൻ കണ്ടല്ലോ, നല്ല വൈഡായിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഡോറിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു വെയിറ്റ്, വണ്ടിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക് ഡോർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊസിഷനിങ്ങും അതുകൊണ്ട് ആ ഒരു ഗ്യാപ്സും കാര്യങ്ങളും കണ്ടല്ലോ, വളരെ മൈന്യൂട്ടായിട്ടാണ് ഗ്യാപ്സും കാര്യങ്ങളെല്ലാം പുരിയുന്നത്. വളരെ ഷാർപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്ത് ആ ഒരു എക്സ്റ്റീരിയർ കാണുന്ന പോലെ തന്നെ അകത്തും വളരെ ഷാർപ്പായിട്ടുള്ള ലൈനിങ്സ് ആണ് നമുക്ക് ത്രൂ ഔട്ടായിട്ട് കാണുന്നത്. എഡ്ജ് കട്ടിങ് കണ്ടല്ലോ, വളരെ ഷാർപ്പായിട്ടാണ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ എലമെൻറ്റും അതുപോലെയാണ്. ഈ കളർ നമുക്ക് റെഡിലും അവൈലബിൾ ആണ്. അത് ഒന്ന് വേരിയൻസ് അനുസരിച്ച് ചെറിയൊരു മാറ്റമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പം ഈ ഒരു നല്ലൊരു ഗ്രേ കളറിനകത്തായിട്ട് നമ്മുടെ ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ പാറ്റേൺ വളരെ അടിപൊളി. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്, ഒരു ഗ്രേ ഫിനിഷ് വരുന്നുണ്ട്. അകത്തായിട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു ലൈറ്റ് ഗ്രേയും പിന്നെ ആ ഒരു ബ്ലാക്ക് കളറുമാണ് ത്രൂ ഔട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഡോർ ഹാൻഡിലും കാര്യങ്ങളും ഉണ്ടല്ലോ, വളരെ ഷാർപ്പാണെന്ന് വെച്ചാൽ വളരെ ബോൾഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഡോർ ഹാൻഡിലും കാര്യമെല്ലാം കൊടുത്തിരിക്കുന്നത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ വിൻഡോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡിൽ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ ഒരു വിൻഡോ കൺട്രോൾ വരുന്നത്. അതുപോലെ വിൻഡോ ലോക്കിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വലിപ്പമുണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു രഹസ്യം പറയുന്നുണ്ട് അല്ലേ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അകത്തോട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ മൊത്തം നമുക്ക് 6 സ്പീക്കറാണ് വരുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ ബേസ് വേരിയൻറ്റിൽ പോലും നമുക്ക് 6 സ്പീക്കേഴ്സ് തന്നെ അവൈലബിൾ ആണ്. ടൈഗോൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, നമുക്ക് GT Plus എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൻ്റെ പെഡൽസും കാര്യങ്ങളും ആണല്ലോ, നല്ല വലിപ്പമുള്ള ഒരു പെഡൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫുഡ് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട്സ്, അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റ് ഇച്ചിരി വലിപ്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ചെറിയൊരു രീതിയിലാണ്, ഒരു വിസിബിലിറ്റി ഇച്ചിരി കുറഞ്ഞു പോയി. ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയുടെ ഒരു ബോൾഡ് ഫീൽ ഒന്ന് കൂട്ടാൻ സഹായിച്ചെന്ന് തോന്നി. പിന്നെ കൺട്രോൾസ് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വോയിസ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ലസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോയിസ് കൺട്രോൾസ്, പിന്നെ അതുപോലെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ വലിപ്പം കണ്ടല്ലോ, ഒരു വളരെ ക്യൂട്ടായിട്ട്, ഒരു ഹെവി വലിപ്പമൊന്നുമില്ല, വളരെ ക്യൂട്ടായിട്ട് വണ്ടിയുടെ ഡിസൈൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു സ്റ്റിയറിംഗ് വീല്. നമ്മുടെ ലെതർ റാപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ട് വോക്സ്വാഗണിൻ്റെ ലോഗോ വളരെ ഒരു പ്രീമിയം ഫീലിൽ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ഇൻസേർട്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് കാര്യങ്ങളും ഉണ്ടല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചറും വളരെ അടിപൊളിയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മുടെ വൈപ്പർ കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലാണ്, ജർമ്മൻ വാഹനങ്ങളിലെല്ലാം ആ ഒരു സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളിലും എല്ലാം ഇൻഡിക്കേറ്റർ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈ ബീമും കാര്യങ്ങളും ഇവിടെയാണ്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും സ്റ്റിയറിംഗിൽ അവൈലബിൾ ആണ്. ലൈറ്റ് കൺട്രോൾസ് ഇവിടെ കാണാം, ലൈറ്റിൻ്റെ ഹൈറ്റ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാം, അതുപോലെ റിക്ലൈൻ ചെയ്യാം, അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ സ്ലൈഡ് ചെയ്യാം. ഇത്രയും ഫംഗ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പാസഞ്ചർ സീറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെച്ച് ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും അതിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടോപ്പ് ലൈനിലേക്ക് വരുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഓപ്ഷൻ ടോപ്പ് ലൈനിൽ അവൈലബിൾ ആണ്. അതൊരു എക്സ്ട്രാ എന്നാണ്, വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നി. അതുപോലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുണ്ടല്ലോ, അതൊരു ഫാബ്രിക് പ്ലസ് ലെതറേറ്റ് 2 ഫിനിഷസ് ആണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വളരെ ഒരു സ്പോർട്ടി രീതിയിൽ എലമെൻറ്റ് കാര്യങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ പാറ്റേണുള്ള ഒരു ചെറിയൊരു ടെക്സ്റ്റർ നമുക്ക് ഒരു ആ സീറ്റിൽ ഉടനീളം കാണാം. പിന്നെ അതുപോലെ നമുക്ക് ലംബ സപ്പോർട്ടും തൈ സപ്പോർട്ടും എല്ലാം വളരെ നല്ല രീതിയിൽ വളരെ കുഷനിങ് ഉള്ള നല്ലൊരു സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ എല്ലാ ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത് നല്ലൊരു അട്രാക്റ്റീവ് എലമെൻറ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ കീ വരുന്നത് കണ്ടല്ലോ, വളരെ കുഞ്ഞൊരു കീ ആണ്, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോറ് ലോക്ക് അൺലോക്ക് അതുപോലെ ബൂട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഫംഗ്ഷൻസാണ് നമുക്ക് ഈ ഒരു കീയിൽ കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ടോപ്പ് വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ക്ലസ്റ്ററിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ് ക്ലസ്റ്ററിൻ്റെ വലിപ്പം. വളരെ അട്രാക്റ്റീവാണ്. നമുക്ക് ടോപ്പിലാണ് ഈ ഒരു ക്ലസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡോറ് അൺലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഡോർ ഓപ്പൺ ആണ്, അതിൻ്റെ ഒരു ഫംഗ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലാണ് മാറ്റുന്നത്. ഈ ഒരു മോഡിലേക്ക് കിട്ടും, നമ്മുടെ RPM കിട്ടും.
ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലേക്ക് കിട്ടും, നോർമൽ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലേക്ക് കിട്ടും. അപ്പോൾ കുറേ രീതിയിലേക്ക് അത് നമുക്കത് ഏത് മോഡിലാണ് വണ്ടി, ഏത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്, ടൈം കാണാം, കിലോമീറ്റർ കാണാം, ആവറേജ് കാണാം, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള കിലോമീറ്റർ കാണാം, എത്ര ഫ്യൂവലുണ്ട് വണ്ടികളെന്ന് കാണാം, അതുപോലെ ടോട്ടൽ കിലോമീറ്റർ, ടെമ്പറേച്ചർ, അതുപോലെ എഞ്ചിൻ വാർണിങ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ തന്നെ കാണാം. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണാം. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഹാൻഡ് ബ്രേക്കിലാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വലിയൊരു അട്രാക്റ്റീവ് ഫീച്ചറാണ് ഇത്. നമുക്കൊരു വാലറ്റ് മോഡ് അവൈലബിൾ ആണ്. ഫോണിൽ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലോക്ക് ചെയ്യുക. മറ്റൊരാൾ നമ്മുടെ ഒരു പ്രൈവസിയിലേക്ക് കടന്നു കയറാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഇപ്പം പാസ്കോഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നുള്ള ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, നാവിഗേഷൻ വരുന്നുണ്ട്. നാവിഗേഷൻ ഒന്നും ലോഗിൻ ചെയ്തിട്ടില്ല, പുതിയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ടച്ച് സ്ക്രീനാണ് വരുന്നത്, വളരെ സോഫ്റ്റ് ടച്ചാണ്. പിന്നെ ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഇത് 10 ഇഞ്ച് വലിപ്പമാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 7 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ അതിന് മേലുള്ള എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ചെറിയ കുറച്ച് വ്യത്യാസം മാത്രമാണ് അതിനകത്ത് ബേസിക്കായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നെ നമുക്ക് ആ 7 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ആൻഡ്രോയിഡ് ആയിട്ടേയും ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് വയർഡ് ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് വയർലെസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. നമുക്കിതിനകത്ത് കൺസംഷൻ, ഇതിനകത്ത് കുറച്ച് വെഹിക്കിൾ ഇൻഫർമേഷൻ ഉണ്ട് കേട്ടോ. ഫ്യൂലുമായിട്ട് സംബന്ധിക്കുന്ന കുറേ വെഹിക്കിൾ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ സ്റ്റാറ്റസ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, സെറ്റിങ്സ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്വിക്ക് സെറ്റിംഗ്, സിസ്റ്റം, കാർ, മീഡിയ, ആപ്പ്, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണക്റ്റ്, വാലറ്റ് മോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വാലറ്റ് മോഡിൻ്റെ കൊടുക്കുന്ന ലൈറ്റ്, അതുപോലെ പ്രൊഫൈൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഡിസൈൻ കണ്ടല്ലോ, വളരെ ഭയങ്കര ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ആ ഷാർപ്പ് ലൈനിങ് പക്ഷേ എല്ലായിടത്തും അത് കണ്ടിന്യൂ ചെയ്ത് കാണുന്നുണ്ട് താനും. ഭയങ്കര കർവിങ് എഡ്ജസ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു ഷാർപ്പ് ലൈനിങ് നമുക്ക് ത്രൂ ഔട്ടായിട്ട് വണ്ടിയിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രേ കളർ റെഡ് കളറിലും അവൈലബിൾ ആണ്. അത് മാനുവൽ വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്ക് റെഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻസിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ എന്താണ് ആ ട്രപ്പിസോഡൽ പാറ്റേണിലാണ് AC വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ഇവിടെ AC വെൻസിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഹസാർഡ് ലൈറ്റ്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റാണത്. നമുക്ക് നേരത്തെ പറഞ്ഞപ്പോൾ 1.5 ഫ്യൂൽ എഫിഷ്യൻസി ഇത്രത്തോളം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് കുറേ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് AC കൺട്രോൾ യൂണിറ്റാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള AC കൺട്രോൾ ചെയ്യാൻ സോഫ്റ്റ് ടച്ച് കീസാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടല്ലോ, വളരെ എങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ മതി കണ്ടല്ലോ. അതിൽ ഫാൻ കൺട്രോൾസ് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഫെദർ ടച്ച് കീസ്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആയിട്ട് ഫോൺ ചാർജ് ചെയ്യാം. അതുപോലെ 2 C ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേസ് വേരിയൻറ്റിൽ C ചാർജേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. DSG ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ഒരു ഗ്രേ കളർ എലമെൻറ്റ് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും ഗ്രേ കളർ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ പിയാനോ ബ്ലാക്ക് ആണെന്ന്. മൊത്തമായിട്ട് ആ ഒരു ഗ്രേ കളർ, ഇതെല്ലാം പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, ഇവിടെയും പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം. ഈ ഒരു എലമെൻറ്റ് റബ്ബർ ഫിനിഷാണ്. എന്ന് വെച്ചാൽ ഫോൺ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ റബ്ബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോയിൻ സ്പേസും കാര്യങ്ങളും, കോയിനല്ല, നമുക്ക് കീ ഇടാനുള്ള കറക്റ്റ് പൊസിഷനിങ് ആണ്. കീ നമുക്ക് പ്രോപ്പറായിട്ട് ഇടാം. 2 കീ കറക്റ്റായിട്ട് പ്ലേസ് ആയി. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് വെക്കാം. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് എല്ലാ വേരിയൻറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഗ്ലൗ ബോക്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ തന്നെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നല്ലൊരു സ്പേസ് അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ പാസഞ്ചർ സൈഡിലെ ഡോർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡ്രൈവർ സൈഡിൽ കണ്ടതുപോലെയുള്ള സ്പേസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ടോപ്പ് റൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് സൺവേഴ്സ് സൈസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിറർ അവൈലബിൾ ആണ്. ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അകത്തോട്ട് പോകുന്ന രീതിയിൽ ഒരു കർവ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പൊസിഷനെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടിയേനെ. പിന്നെ അതുപോലെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ സൺറൂഫ്, 1 ടച്ച് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാ വാഹനങ്ങളിലും സൺറൂഫ് ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലനിർത്തി കുറച്ചൊരു പ്രീമിയംനെസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു കാര്യം കൂടിയാണ്. ഡ്രൈവർ സൈഡിൽ നമുക്ക് മിറർ അവൈലബിൾ അല്ല. ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതിന് പരമായിട്ട്.
ഓട്ടോ ഡിമ്മിംഗ് ഉള്ള ഒരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഓട്ടോ ഡിമ്മിംഗ് റിയർ വ്യൂ മിറർ അവൈലബിൾ അല്ല, മാനുവൽ ഡിമ്മിംഗ് ആണ് വരുന്നത്. ഇനി നമ്മൾ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോർ പാഡ് കണ്ടല്ലോ, ഡോർ പാഡിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ആ ഒരു ലൈൻസും കാര്യങ്ങളും ആ ഒരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളും അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രേ എലമെൻറ്റ് ആയിരുന്നു അവിടെ ഫ്രണ്ടിൽ കണ്ടത്, അത് ഈ ഒരു ഭാഗത്തായിട്ട് മിസ് ഔട്ട് ആകുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ആ ഒരു ഗ്രേ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ 2 കളർ വരുന്നുണ്ട്, ആ ഒരു ലൈറ്റ് കളർ വരുന്നുണ്ട്, പിന്നെ ഡാർക്ക് കളർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പവർ വിൻഡോ ബട്ടൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്, നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ല മാസീവായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, സ്പീക്കർ പൊസിഷൻ കാണാം. പിന്നെ നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു റിയർ പൊസിഷൻ എന്ന് വ്യക്തമായിട്ട് തന്നെ പറയാം. വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള നല്ലൊരു പ്രോപ്പർ പൊസിഷനിങ്ങിലുള്ള സീറ്റുകൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളുണ്ടല്ലോ വളരെ പ്രോപ്പറായിട്ട് നമുക്കൊരാൾക്ക് ഒരു ക്യാപ്റ്റൻ സീറ്റ്സ് എന്നുള്ള ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ്. ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണെങ്കിലും ആ ഒരു ഫീലാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബെഞ്ച് സീറ്റാണ്. നമുക്ക് ഫോൾഡ് ചെയ്യുന്നത് 100% ഫോൾഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അതിന് മുകളിലുള്ള എല്ലാ വേരിയൻസിലും 60-40 രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു അഡ്വാൻറ്റേജാണ്. ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഏകദേശം 1405 ലിറ്ററിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ്, ഒരു ലെതറേറ്റും അതുപോലെ ഫാബ്രിക് ഫിനിഷോടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളാണല്ലോ, അത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിടിച്ചിട്ടാണ് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് 60 ഇത് 40 പൊസിഷനാണ്. സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ 385 ലിറ്ററാണ് നമുക്ക് ബാക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. നല്ല മാസീവായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. നമുക്കൊരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പോർഷനിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു ഇലാസ്റ്റിക് പോലുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 kg വെയിറ്റ് ക്യാരി ചെയ്യുന്നൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പെയർ വീൽ വരുന്നത്. സ്പെയർ വീൽ നമുക്ക് 16 ഇഞ്ച് സൈസാണ് വരുന്നത്. സ്പെയർ വീലും ആക്സ് സാധനങ്ങളും കാര്യങ്ങളും ആ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് കണ്ടല്ലോ, ഇവിടെ ഒരു ലിവർ പോലുള്ളൊരു കാര്യങ്ങൾ, ഒരു പ്ലാസ്റ്റിക് റബ്ബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. റബ്ബർ പ്രോഡക്റ്റാണ്. നമുക്ക് ഡോർ അടയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാം. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ സീറ്റ് ജസ്റ്റ് ഒന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ആംറസ്റ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, വോക്സ്വാഗൺ വാഹനങ്ങളിൽ നേരത്തെ കണ്ടുവന്നിരുന്ന ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നൊരു സാധനമായിരുന്നു ഈ ഒരു സെൻട്രൽ ടണലിൻ്റെ പൊക്കം. പല കസ്റ്റമറും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൊക്കം കാരണം ഒരു മൂന്നാമത്തെ പാസഞ്ചറിന് ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം. ആ ഒരു ഏരിയ കുറച്ചുകൂടെ ഒന്ന് താത്ത് ഒരു ഏരിയ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കറക്റ്റായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ്, നമുക്ക് ഒരു ഡിസ്കംഫർട്ടൊന്നും തോന്നാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് ഏരിയ നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ അകത്തോട്ട് കയറിയിരിക്കുമ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ഒരു കർവിയും കാര്യങ്ങളും ഒരു ചെറിയൊരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിംഗ് പൊസിഷന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു സ്പേസ് എക്സ്ട്രാ കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് തന്നെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഏരിയ ലെഗ് റൂം അവൈലബിൾ ആണ്. അതുപോലെ ഹെഡ് റൂമിൻ്റെ കാര്യം നോക്കുമ്പോൾ നല്ലൊരു ഹെഡ് റൂം അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയ എല്ലാം കുറച്ച് കർവ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയയിൽ ഈ ഒരു സൺറൂഫ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു പോർഷനെല്ലാം ഇവിടെ കർവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടല്ലോ, സെൻട്രൽ ടണലിൻ്റെ പൊക്കം കണ്ടല്ലോ, അതും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് 2 സി പോർട്ട് ചാർജേഴ്സ് അവൈലബിൾ ആണ്. ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ AC വെൻറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് അല്ല, ആ ഒരു ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലായിട്ടൊരു റീഡിംഗ് ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഫീച്ചർ പറയാൻ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ 3-point സീറ്റ് ബെൽറ്റാണ് നമുക്ക് വണ്ടിയിൽ എല്ലായിടത്തും പറ്റുന്നത്. നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടുന്നതാണോ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ബാക്കിലും പറ്റുന്നത്. ഇട്ട് കാണിക്കാമോ? എന്ന് വെച്ചാൽ ഇട്ട് കാണിക്കുക, എന്നാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സെൻട്രലിലിരിക്കുന്നവർക്ക് അത് നേരത്തെ അവൈലബിൾ ആയിരുന്നില്ല. കണ്ടോ, ഇവിടെ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. ഈ സെൻട്രലിരിക്കുന്ന ആൾക്ക് ആ ഒരു തേർഡ് പൊസിഷൻ അവൈലബിൾ അല്ലായിരുന്നു. ഒരു ലെഗിൽ മാത്രമായിരുന്നു ആ ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് അപ്പോൾ അതിനും കണ്ടോ കറക്റ്റായിട്ട് ആ സീറ്റിൽ നിന്ന് തന്നെ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് അവിടെ ഉണ്ട്, തേർഡ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ആ ഒരു 3-point സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ കുറച്ചുകൂടെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യും. ആ ഒരു എല്ലാ പാസഞ്ചറിനും സേഫ്റ്റി ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് നേരത്തെ നമ്മൾ ഒരു ഹൈ എൻഡ് വണ്ടികളിലൊക്കെ കണ്ടുവന്നിരുന്ന ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് വോൾവോ പോലുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ അവൈലബിൾ ആയിരുന്നു. ആ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂടി ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല
അടിപൊളി സൗണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ബാസൊക്കെ നല്ല വളരെ വളരെ എനർജീസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കാണാൻ പറ്റുന്നുണ്ടല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹോമിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ആപ്പ് ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് ആപ്പ് ഇതിനകത്തുണ്ട്. ഏതൊക്കെയാണ്? ഗാന ആപ്പ് നമുക്ക് മൊത്തം 4 ആപ്പാണ് ഇൻബിൽഡ് ആയിട്ട്. നമുക്ക് 4 ആപ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നാവിഗേഷൻ, ഓഫ്ലൈൻ നാവിഗേഷനുള്ള സൈജിക് എന്ന് പറയുന്ന ഫസ്റ്റ് ആപ്പ് വരുന്നുണ്ട്. ദെൻ ഗാന വരുന്നുണ്ട്, booking.com, ദെൻ ഓഡിയോ ബുക്സ്. ഇത്രയും ആപ്സ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് എങ്ങും പോകണ്ട, നമുക്ക് പെൻഡ്രൈവ് ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ പാട്ട് കേൾക്കാനുള്ള കുറച്ച് ഫെസിലിറ്റി നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടല്ലോ, അപ്പോൾ നിങ്ങളിങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ അത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല, പക്ഷേ നേരിട്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. 6 സ്പീക്കറുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താണ് ആ ബാസ് ലെവലൊക്കെ ഒരുപാട് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പറേറ്റ് അടിക്കും. ബാസ് ലെവലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നു, ഒരു ചിലമ്പലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ക്ലിസ്റ്റർ ക്ലിയർ എന്നൊക്കെ പറയാം. അതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ ഒരാളെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ചാനൽ തന്നെയാണ്. മാസ്ക് ഒന്ന് പറ്റിയത് നല്ല കാണാൻ പറ്റും. സ്പാർക്ക് സ്റ്റോറീസ് മാറി കേട്ടോ, വീക്കെൻഡ് സ്റ്റോറീസ് ഇതാണ്. അപ്പോൾ ആളെ കണ്ട് പരിചയം കാണും. അപ്പോൾ ഇതിൻ്റെ അതാണ് കൂടുതൽ ഇട്ടത് കസ്റ്റമർ റിവ്യൂസ് ആണ് അല്ലേ? അതെ, ഞാൻ നമ്മുടെ പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് കാണാം. കുറേ ആൾക്കാരുടെ അഭിപ്രായമാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? അതെ, അതിനകത്ത് തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് 150 കൂടുതൽ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ കുറച്ച് പേരെ ഇന്നലെ വന്നോളൂ. നമ്മുടെ സിറ്റുവേഷൻ അറിയില്ല, കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട്. ഓക്കെ, ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് മാത്രമായിരുന്നു അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ കുറേ പേരുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഒരു വാക്ക്ഗ്രൗണ്ട് റിവ്യൂ മാത്രമാണ്. ഒരു ബേസിക് ആയിട്ട് നമുക്ക് ടൈഗോണിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ പ്രൈസ് പറഞ്ഞു, അതുപോലെ നമ്മൾ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ഓവറോളായിട്ട് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡ്രൈവ് റിവ്യൂ ആണ്. ഡ്രൈവ് റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. നമുക്ക് തൽക്കാലം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്പർ വോക്സ്വാഗൺ കൊല്ലം ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൂടെ തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.